ലച്ചു പറയടാ. ചേട്ടാ ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇപ്പോഴാ? എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ ഇവിടെ. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യേ? അവള് ഗുരുവായൂര് കല്യാണത്തിന് പോയി. 3 ദിവസം കഴിഞ്ഞേ വരൂ. ഓക്കേടാ. അതിശയകലത്തിലെന്തും അതിശയകലത്തിലെന്ത് ഒരുങ്ങുതേ ഒരുങ്ങുതേ ഒരുങ്ങുതേടി. എന്ത് നിങ്ങൾ ആരെന്നാണ് ചോദിച്ചത്? അനിയ, ഞാനാണ് ദൈവം. ദൈവോ? ഒരുമാതിരി പോക്കറ്റിനും പറയല്ലേ. ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ പൊന്നനിയ, പോലീസ് ഒന്നും വന്നാൽ എന്നെ അങ്ങനെ എടുക്കാൻ പറ്റൂല. നിന്നെ എടുക്കാനാണ് ഞാൻ വന്നത്. എന്നെ എടുക്കാനാ? എടാ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അയ്യോ, അതിനെ കൊണ്ടുപോകണ കാലിനല്ലേ? അതൊക്കെ നിങ്ങളുടെ വിശ്വാസമല്ലേ. ഇവിടെ സൃഷ്ടിയും സംഹാരവും ഒക്കെ ഞാനാണ്. എന്റെ പൊന്നനിയ, ഞാനാണ് ദൈവം. ദൈവം എങ്ങനെ ഇരിക്കുന്നേ? അതിന് നീ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എടാ, ഇതൊക്കെയാണ് ഞങ്ങളുടെ രൂപം. വിശ്വാസം ഇല്ലല്ലേ? വിശ്വസിപ്പിക്കാം. നിനക്ക് 4ാം ക്ലാസ്സിൽ ഒരു കരപ്പം വന്നിട്ടില്ലേ? പിന്നെ 7ാം ക്ലാസ്സിൽ മിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ലവ് ലെറ്റർ കൊടുക്കാം. അവളുടെ തന്ത വന്ന് നിന്നെ അടിച്ചില്ലേ? അതും പോട്ട്, 8ാം ക്ലാസ്സിൽ 2 വർഷം തോറ്റ ഈ 3 കച്ചവടം ചെയ്ത 3 കച്ചവടം പൊളിഞ്ഞില്ലേ? ഇപ്പൊ മീൻ കച്ചവടം അല്ലേ ചെയ്യണേ? അല്ല, അതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എടാ, പറയണമെങ്കിൽ ഞാൻ എല്ലാം കൂടെ വിളിച്ചങ്ങ് പറയും. എടാ, നിനക്കേ ഭാര്യ അറിയാതെ ഒരു 3-4 പ്രേമയില്ലേ? അതിലൊരു ലച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് നീ അസ്ഥിയല്ലേ? അവളെ നീ വിളിച്ച് വീട്ടിൽ കയറ്റാൻ എത്ര ദിവസം ശ്രമിച്ചടാ? നിനക്ക് നാണം ഉണ്ടാടാ? നിങ്ങൾ എന്തോന്നാ പറയണത്? ദൈവത്തിന്റെ ഭാഷയാണ്. ഇതെന്ത് ഭാഷയെന്ന്? ദേവഭാഷയാണ്. നീ അടുത്ത കാലത്ത് വല്ല ദൈവനിഷേധവും നടത്തിയാടേ? ഇല്ലല്ല, ഞാനൊന്നും നടത്തിയിട്ടില്ല. എടാ, നീ ദൈവനിഷേധം നടത്തിയിട്ടുണ്ട്, പറടാ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കുഞ്ഞമ്മേരെ കല്യാണത്തിന് വേണ്ടി തിരിച്ചു വന്നപ്പോഴേ പള്ളിയുടെ സൈഡില് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. എടാ, ദേവഭാഷയിൽ നിന്നെ തന്തയ്ക്ക് വിളിച്ചാണ്ട. അവനെ എന്റെ ശിഷ്യനാണ്ട, അരുമ ശിഷ്യൻ. കൊറേ യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ദൈവത്തിനെ പുച്ഛം നിനക്കൊക്കെ. എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പഞ്ചറോട്ടിന്റെ കട വല്ലതും ഉണ്ടോ? ഈ പഞ്ചറോട്ടിന്റെ കട ഇവിടെ അടുത്ത് എവിടെയെങ്കിലും? പാതിരാത്രി 2:30 മണിക്കാ. ഞാൻ KSRTC ഡ്രൈവറാണ്. അതിന് വണ്ടി ഒതുക്കിയപ്പോഴേ താമസിച്ചു പോയി. ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ബൈക്ക് പഞ്ചറായി പോയി. ദാണ്ട് എങ്ങനെയാ ചോദിച്ചു? ഞാൻ ഇതിലെ വന്നപ്പോഴും ഇവിടെ ലൈറ്റ് കണ്ടു, അതുകൊണ്ടാണ് കയറിയത്. രണ്ടുപേര് നിൽക്കണ കണ്ട? എവിടെ രണ്ടുപേര്? എവിടെ എവിടെ? നിങ്ങൾക്ക് എന്തിനാ വയ്യണ്ണ? എവിടെ ചോദിക്കാം? നിങ്ങൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? ഇവിടെ നീ കണ്ണുണ്ടോ ഇവിടെ രണ്ടുപേരും ഇങ്ങനെ? എവിടെ എവിടെ? ഇത് എവിടെ നോക്കണത്? ഭ്രാന്താണ്. എവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് തീരെ വയ്യണ്ണ. എന്തിനാണ് ഭ്രാന്താ നിങ്ങൾക്ക്? എന്റെ പൊന്നെണ്ണ, ഞാൻ വന്ന സ്ഥലം മാറിപ്പോയി. ഫോട്ടോ എണ്ണ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണ ഇല്ലെങ്കിൽ തരാം. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ മനസ്സിലായ ഞാൻ ദൈവമാണെന്ന്? എടാ, ഞാൻ തീരുമാനിക്കുന്നവർക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. ഇതെന്തോന്ന്? അണ്ണാ അണ്ണാ, നിങ്ങളെ വണ്ടി തരുവണ്ണ, രാവിലെ തരാം. നീ ഇതുവരെ പോയില്ലേടേ? നിങ്ങളെ കൈ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? വാദോ? ഗ്ലാസ് തേങ്ങ പോയെന്ന് കഴിച്ചു. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. പക്ഷെ തൽക്കാലം ഞാൻ കൊണ്ടുപോണില്ല. എനിക്കൊരു മൂടില്ല. നീ ഒരു അപ്പാവി കേസാണെന്ന് തോന്നിപ്പോയി. അതൊക്കെ പോട്ട്. ഇതെന്തൊരു സാധനം? എടാ, ഇത് ദേവലോകത്തെ മരുന്നാണ്.
കുടിക്ക്, നിന്റെ സകല അസുഖങ്ങൾ മാറി നല്ല ഫ്രഷ് ആവും. കുടിക്കടാ, കുടിക്കട്ടെ. കുടിക്ക്, ഈളത്ത് കൂടി പോട്ട് പോട്ട് പക്ഷെ പീച്ചു കൊടു പോട്ട്. എങ്ങനെയാണ് പോട്ട്, എളുത്ത് കൂടി പോട്ട്. ഇതെങ്ങനെ സംഭവിച്ചോന്തോ? എന്നാലും വല്ലാത്ത മോഷണമായി പോയല്ലേ. അല്ല, എപ്പോഴാ വീട്ടിൽ കയറിയത്? എന്തോ കലക്കി കൊടുത്തുന്നു രാത്രി. എല്ലാം തൂക്കിയെടുത്തോണ്ടൊരു പോക്കല്ലേ പോയത്. അവസാനം അവൻ മാത്രം ഉണ്ട് നിക്കറി കിടക്കണ്. രാവിലെ ഒന്ന് നോക്കിയപ്പോ ബാക്കി എല്ലാം എടുത്തുണ്ട്. എടാ, നീ അറിഞ്ഞ എന്റെ വീട്ടിൽ കള്ളം കയറിയടാ, എല്ലാം എടുത്തോണ്ട് പോയി. അയ്യോ, എനിക്ക് അതല്ലടി സംശയം. എന്റെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവന്മാർക്ക് അറിയായിരുന്നു. ലോകത്തിൽ നിനക്കും എനിക്ക് മാത്രം അറിയാന്നുള്ള കാര്യം. അവന്മാർക്ക് എന്തൊരു ഒരു ശക്തിയുണ്ട് കേട്ടാ. എന്ത് ശക്തി? മാങ്ങാ തൊലി. ചേട്ടന് ഞാനൊരു ജോത്സ്യന്റെ നമ്പർ തരാം. എല്ലാ പ്രശ്നങ്ങളും മാറി ചേട്ടൻ നല്ല ഫ്രഷ് ആവും. ശകലം പൈസ ചെലവുണ്ടെന്നേ ഉള്ളൂ. പൈസയൊന്നും പ്രശ്നമല്ല, നീ അങ്ങനെ നമ്പർ ഇങ്ങോട്ട് വിടും, ഞാൻ വിളിക്കാം. ഓക്കെ മുത്തേ. എത്ര തവണയാ ചേട്ടാ ഇങ്ങനെ ഫോണിൽ കൂടെ? എനിക്കാണെ കാണാൻ കൊതിയാവുന്നു. എന്നാ ചേട്ടാ നമ്മളെ നേരിട്ട് കാണുന്നേ? ഭാര്യ പറഞ്ഞു ഞാൻ വെക്കണേ, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഉമ്മ 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 ഉമ്മ. നിങ്ങളാണ് ലക്ഷ്യമെന്ന് അവനിതുവരെ മനസ്സിലായില്ലേ? നമ്മളൊരു ജോലി ചെയ്യുമ്പോഴേ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ ചെയ്യണം. എന്നാ അത് വിജയിക്കും. ഏത്